ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. അതായത് നമ്മൾ ഫൈനൽ എപ്പിസോഡിൽ എത്തിയിരിക്കുകയാണ്. കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ എപ്പിസോഡിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് എന്തായത്, നമ്മുടെ ജോ ആണെങ്കിൽ അവൻ എന്തായാലും ഇനി ഈ ലോകം നിൽക്കുന്നില്ല, എന്നേക്കായി പോകാമെന്ന് കരുതിയിട്ട് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് പോകാനായി നിൽക്കുന്നതായിരുന്നു. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അത് തന്നെയാണ് കാണിക്കുന്നത്. അവനങ്ങനെ ഡോർ ഓപ്പൺ ചെയ്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് മിങ് ജോ ഉള്ള ആ ഒരു റൂമിൽ അവൻ്റെ അടുത്തിരുന്ന് ജോ ഒന്ന് എഴുന്നേക്ക് പ്ലീസ് എന്ന് പറയും കരങ്ങി വിളിക്കുന്ന സൗണ്ടൊക്കെ ജോ കേൾക്കുന്നുണ്ട്. ഈ സമയം ജോയ്ക്കാണെങ്കിൽ തിരിച്ച് പോകണമെന്നൊക്കെ തോന്നുന്നുണ്ട്, എന്നാൽ അവനാണെങ്കിൽ പോകുന്നില്ല. അതേസമയം അവൻ്റെ മനസ്സിൽ അവൻ്റെ ലൈഫിൽ മിങ്ങിനെ മീറ്റ് ചെയ്ത് തൊട്ട് അതിനുശേഷം ഇപ്പോൾ ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ നടന്നു വരെയുള്ള എല്ലാ കാര്യങ്ങളും ആലോചിക്കുകയാണ്. അവനും സോളും തമ്മിലുണ്ടായിരുന്ന ആ ഒരു കണക്ഷൻ, പിന്നെ അവനെ കൊണ്ട് ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തിയ എല്ലാവരെയും അവനിങ്ങനെ ആലോചിക്കുകയാണ്. പ്രത്യേകിച്ച് അവൻ മിങ്ങൊക്കെ അവനോട് ചെയ്തത് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് അവന് തിരിച്ച് പോകുന്നതുകൊണ്ട് എന്നിട്ട് പിന്നെ അവനങ്ങ് പോവാമെന്ന് കരുതിയിട്ട് അവൻ ആ ഡോർ ഓപ്പൺ ചെയ്യാണ്. ആ സമയം അങ്ങോട്ടേക്ക് കറക്റ്റ് മിങ് വന്നിട്ട് അവനെ ഹഗ് ചെയ്യുന്ന പോലെ അവന് തോന്നുകയാണ്. അങ്ങനെ മിങ് അവനൊന്ന് ഹഗ് ചെയ്തിട്ട് പ്ലീസ് ജോ എന്നോട്ട് പോവല്ലേ എന്ന് അറിയുന്നുണ്ട്. അങ്ങനെ ജോ അവൻ്റെ മനസ്സ് മാറ്റിയിട്ട് തിരിച്ച് ആ ഒരു ബോഡിക്കകത്ത് തന്നെ കയറുകയാണ്. അങ്ങനെ ജോയ്ക്ക് ബോധം വരികയാണ്. ഇത് കണ്ട് മിങ്ങിനും കുറേ സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ജോ ആ ഒരു കുക്കയിൽ വീണ് അവന് ആക്സിഡൻറ്റ് പറ്റിയല്ലോ, ആ കാര്യം മിങ്ങിനെ ഒരാളെ വിളിച്ചറിയിക്കുന്നതാണ്. മിങ് ഇത് അറിയുന്നതിന് മുമ്പ് തന്നെ ജോയിനെ വെയിറ്റ് ചെയ്ത് ജോയിൻ്റെ വീട്ടിൽ അവനുമായിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഒരു കോൾ വന്നിട്ട് ഇതുപോലെ ഒരു കാര്യമുണ്ട്, ജോ കൊക്കയിൽ നിന്ന് വീണു, അപകടം പറ്റി, അവൻ്റെ ബോഡി ഇട്ടിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയാണ്. ഇത് കേട്ട് മിങ് അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സ്വപ്നം അവൻ കണ്ടുകൊണ്ടാണ് മിങ് ഉറക്കം എഴുന്നേൽക്കുന്നത്. മിങ് ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് ജോ അവിടെ ഹോസ്പിറ്റൽ ബെഡിൽ ഉറങ്ങുകയാണ്. അങ്ങനെ ജോ എഴുന്നേൽക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മിങ് ജോയ്ക്ക് കഴിക്കാനായിട്ട് ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് വുട്ടും സോളും ഇമ്മും കൂടെ വരാണ്. അങ്ങനെ ജോയ് അടുത്ത് അവർ സംസാരിക്കട്ടെ എന്ന് കരുതിയിട്ട് മിങ് അങ്ങോട്ടേക്ക് മാറിയിക്കാണ്. ആ സമയം നമ്മുടെ സോളും മിങ്ങും തമ്മിൽ ഒരു പരസ്പരം ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം വുട്ടാണ് ഇതായി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്, കഴിക്കുന്നൊക്കെ പറഞ്ഞ് അവനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മിങ് പുറത്ത് ഇരിക്കുന്ന കണ്ടിട്ട് സോളാൻ്റെ അടുത്ത് നിന്നിട്ട് നീ എന്താ അകത്തോട്ട് വരാത്തതെന്ന് ചോദിക്കുകയാണ്. ആ സമയം മിങ് എനിക്ക് ഒരുപാട് ആൾക്കാർ നിൽക്കുമ്പോൾ അവിടെ നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സോളാണെങ്കിൽ മിങ്ങിൻ്റെ അടുത്ത് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ആദ്യം വന്നപ്പോൾ വുട്ട് എന്നെയും ജോയിനായിരുന്നു പെയറാക്കിയത്. ഞാനും ജോയും ഒരുമിച്ചായിരുന്നു ഫുഡ് കഴിക്കുന്നത്, ഒരുമിച്ചായിരുന്നു എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്നത്, 24/7 നമ്മൾ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസമാണ് അവൻ ആണുങ്ങളെ ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞത്. ആ സമയം ഞാൻ വിചാരിച്ചു അവൻ എന്നെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുകയാണെന്ന്. ആ സമയത്താണ് എനിക്ക് കൊറിയയിലേക്ക് പോകാനും ഐഡോൾ ആവാനും ചാൻസ് വന്നതും. അവൻ്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറാനും കൂടെ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി. പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ അവനെ ഞാനാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. ഞാൻ കൊറിയയിൽ നിന്ന് തിരിച്ചു വന്നത് തന്നെ ജോയിനെ കാണാനായിരുന്നു. പക്ഷേ ആ ഒരു സമയം കൊണ്ട് നീ അതിന് മുന്നേ എനിക്ക് മുന്നേ വന്ന് സ്ഥാനം പിടിച്ചു എന്ന് പറയാണ്. ആ സമയം മിങ് ഓ അങ്ങനെയാണോ സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം സോളാണെങ്കിൽ പിന്നീട് ജോയ്ക്ക് അപകടം പറ്റി, പക്ഷേ അവൻ മറ്റൊരു ബോഡിയിൽ തിരിച്ചു വന്നു. ആ സമയം ഞാൻ വിചാരിച്ചു എനിക്ക് അടുത്ത ചാൻസ് വീണ്ടും കിട്ടിയെന്ന്, അപ്പോഴും നീ തന്നെ വന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം മിങ് ഞാൻ ഇനി സോറി പറയണമെന്ന് വെച്ചപ്പോൾ സോള് വേണ്ട, എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഇനിയിപ്പോൾ എത്ര ജന്മങ്ങളുണ്ടെങ്കിലും ഞാൻ നിനക്ക് മുന്നേ എത്തിയാൽ പോലും ജോ നിന്നെ മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ. എനിക്കൊന്നേ പറയാനുള്ളൂ, ജോനെ നീ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം, നിൻ്റെ ഫാമിലി അവനൊരിക്കലും വിഷമിപ്പിക്കത്തില്ല എന്നും നീ എനിക്ക് പ്രോമിസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയം സോറി എനിക്ക് നിൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാനത് ഓൾറെഡി എന്നോട് തന്നെ പ്രോമിസ് ചെയ്ത് വച്ചേക്കുന്ന കാര്യമാണ്, അവനെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കത്തില്ല എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജോയുടെ അമ്മ ഹോസ്പിറ്റലിൽ നമ്മുടെ ജോ വെയിറ്റിംഗ് റൂമിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ആ സമയം അങ്ങോട്ടേക്ക് മിങ്ങിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള ജിമ്മിയും അങ്ങോട്ടേക്ക് പിന്നെ മിങ്ങിൻ്റെ അമ്മയും ജോയിനെ കാണാനായിട്ട് ഇങ്ങനെ വരുമായിരുന്നു. ആ സമയം നമ്മൾ ജോയുടെ അമ്മയെ കണ്ടിട്ട് ജിമ്മി നടക്കുന്നത് നിർത്തുവാണ്. ആ സമയം മിങ്ങിൻ്റെ അമ്മ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അത് ജോയുടെ അമ്മയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പതുക്കെ നമ്മൾ മിങ്ങിൻ്റെ അമ്മ ജോയുടെ അമ്മയുടെ നിന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മകനെ കാണാനായിട്ട് വന്നതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇവർക്ക് ഇത് മിങ്ങിൻ്റെ അമ്മയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ജോയുടെ അമ്മ ആ അതെ നിങ്ങൾക്കതെങ്ങനെ മനസ്സിലായെന്ന് ഇറങ്ങിയപ്പോൾ മിങ്ങിൻ്റെ അമ്മ ഞാനൊരു അമ്മയല്ലേ, എനിക്ക് മനസ്സിലാവും, നിങ്ങൾ നിങ്ങളുടെ മോനോട് പോയി സംസാരിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവരാണെങ്കിൽ അതൊന്നുമില്ല, അത് പിന്നെ ഞാൻ അവനോട് വഴക്കിട്ടു, എന്നിട്ട് ഞാൻ അവനെ എൻ്റെ അടുത്തൊന്ന് തള്ളി മാറ്റി, അതുകൊണ്ട് എനിക്കിപ്പോൾ അവൻ്റെ അടുത്തോട്ട് പോകാനൊരു മടിയുണ്ട്, ഒരു പക്ഷേ അവനെ കാണാൻ താല്പര്യമില്ലെങ്കിലോ എന്നിങ്ങനെ പറയാണ്. ആ സമയം മിങ്ങിൻ്റെ അമ്മ ജോയിൻ്റെ അമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് ഞാൻ ആക്ച്വലി മിങ്ങിൻ്റെ അമ്മയാണ്, ഞാനാണ് ആ ഒരു ലോയറിനെ നിങ്ങളുടെ വീട്ടിൽ അയച്ചിട്ട് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ പേപ്പറെല്ലാം കൊടുത്തു വിട്ടത്, അത് പിന്നെ എൻ്റെ തെറ്റാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് തന്നെ അത് മിങ്ങിൻ്റെ അമ്മേനെ മനസ്സിലാക്കിയിട്ട് അയ്യോ സോറി, നിങ്ങളുടെ മകൻ്റെ കയ്യിൽ നിന്ന് അത്രയും പൈസ
വാങ്ങണമെന്ന് വിചാരിച്ചല്ല, ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം മിങ്ങിൻ്റെ അമ്മ ഒന്നും കുഴപ്പമില്ല, അവൻ നിങ്ങളൊരു ഫാമിലി ആയിട്ട് കാണുന്നത് കൊണ്ടാണ് അവൻ്റെ ക്യാഷ് നിങ്ങൾക്ക് തന്നത്. പിന്നെ ഇതിൻ്റെ പേരിൽ ജോയുമായിട്ട് വഴക്കുണ്ടാക്കല്ലേ, അവനെതിരൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മിങ്ങിൻ്റെ അമ്മയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ മകൻ ഒരു പയ്യനെയാണ് സ്നേഹിക്കുന്നതെന്ന് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോയുടെ അമ്മ ഫസ്റ്റ് ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു, ഞാനും അവന് തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്. ആ സമയം അവനവൻ്റെ ജീവൻ ഒടുക്കാൻ തന്നെ ശ്രമിച്ചതാണെന്ന് പറയാണ്. ഇതിപ്പോൾ നമ്മുടെ ആ ഒരു അമ്മയുടെ മകൻ ജോയിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ സമയം മിങ്ങിൻ്റെ അമ്മ അങ്ങനെയാണല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോയുടെ അമ്മയാണെങ്കിൽ എൻ്റെ മകൻ ആരെ സ്നേഹിച്ചാലും അത് ഓക്കെയാണ്, എല്ലാം ഒരു തരത്തിലുള്ള സ്നേഹം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അവൻ എങ്ങനെയായാലും ഞാൻ ഹാപ്പി ആയിരിക്കും. നമ്മുടെ മക്കൾ സങ്കടപ്പെടാൻ നമ്മളൊരിക്കലും ആഗ്രഹിക്കത്തില്ലല്ലോ എന്ന് പറയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടേക്ക് ജോയിനെ കാണാനായിട്ട് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ ജോയിനെ കാണിക്കുമ്പോൾ അവിടെ ഉപ്പും സോളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിങ്ങ് തിരിച്ച് റൂമിലേക്ക് വരികയാണ്. ഉപ്പും സോളൊക്കെ വരുന്ന സമയത്ത് മിങ്ങ് ജോയ്ക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ജോ ആണെങ്കിൽ വന്നെനിക്ക് ഫുഡ് താ, എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മിങ്ങ് ജോയ്ക്ക് വേണ്ടി ഫുഡ് കൊടുത്തു തുടങ്ങാണ്. ആ സമയത്ത് കറക്റ്റ് അങ്ങോട്ടേക്ക് മിങ്ങിൻ്റെ അമ്മയും ജോയുടെ അമ്മയും കയറി വന്നത്. അങ്ങനെ അവർ വന്നതും ഇവർ വീണ്ടും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ നിർത്തുവാണ്. ആ സമയം അവരാണെങ്കിൽ ഞങ്ങൾ പുറത്ത് വെച്ച് കണ്ടു, അതുകൊണ്ട് ഒരുമിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ജോയുടെ അമ്മ ജോയിൻ്റെ അടുത്ത് നിന്നിട്ട് എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലായി, ഐ എം സോറി മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മിങ്ങിൻ്റെ അമ്മയായാലും നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് തുറന്നു പറയും, ഞങ്ങൾ ഇനി ടെൻഷൻ ആക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫാമിലീസ് മൊത്തം അവിടെ സെറ്റ് ആവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി ടൈമിൽ ജോയും മിങ്ങും കൂടെ ടെറസിൽ വന്നിരിക്കുന്നതാണ്. ജോ സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. ആ സമയം ജോ ആണെങ്കിൽ എൻ്റെ പൊന്നോ പുറത്തിറങ്ങിയപ്പോഴേ ആശ്വാസമായി, ഒരാഴ്ചയായിട്ട് ആ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് ഞാൻ ചത്തുപോയി എന്ന് പറയുന്നുണ്ട്. ആ സമയം അതുവഴി ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോകുന്ന കാണാണ്. ഉടനെ തന്നെ മിങ്ങാണെങ്കിൽ ഇതേ ജോ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോകുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ജോ അത് നോക്കിയിട്ട് എവിടെ ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ കാണുവാണ്. ആ സമയം ജോ ആണെങ്കിൽ പെട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആഗ്രഹം പ്രാർത്ഥിക്കാമെന്നും നമുക്ക് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം മിങ്ങ് നിനക്ക് ഈ പൊട്ടത്തരത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജോ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വാമീനെ അവർ അച്ചോണ്ടിരുന്ന നീയാണ് എൻ്റെ അടുത്ത് ഇതൊക്കെ ചോദിക്കുന്നത് ചോദിച്ചിട്ട് ഇവർ രണ്ടുപേരും ആ ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ അടുത്ത് ഒരു പ്രാർത്ഥിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ നീ എന്താ പ്രാർത്ഥിച്ചേ, ഞാൻ ഇനി വീണ്ടും മാങ്ങി പോവല്ലേ എന്നാണോ ചോദിച്ചപ്പോൾ മിങ്ങ് അതല്ല ഞാൻ പ്രാർത്ഥിച്ചത്, നീ എവിടെ പോയാലും എനിക്ക് നിന്നെ കാണാൻ പറ്റണം. പിന്നെ നീ അന്ന് ആക്സിഡൻ്റ് പറ്റി പോയതിന് ശേഷം എനിക്കാണെങ്കിൽ നിന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല സിറ്റുവേഷനായി. കാരണം ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് എന്നോട് സോറി പറയണമെന്നുണ്ടായിരുന്നു. എല്ലാത്തിനും സോറി ജോ, എന്നോട് ക്ഷമിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജോ ആണെങ്കിൽ മിങ്ങിനോട് ക്ഷമിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജോ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതാണ്. ആ സമയം ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ജോയിൻ്റെ അടുത്ത് മിങ്ങ് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ വാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജോയിനെ അയാളുടെ കൂടെ കൊണ്ടുപോവാണ്. അങ്ങനെ താഴെ എത്തി കഴിഞ്ഞതും ജോ ആണെങ്കിൽ മിങ്ങ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഒരു കാർ വന്ന് ഫ്രണ്ട് ചെയ്യുന്നിട്ട് ആ കാറിൻ്റെ അകത്തുനിന്ന് ഒരാൾ വണ്ടി കയറാൻ പറയുന്നുണ്ട്. ആ സമയം ജോ ഞാൻ മിങ്ങില്ലാതെ വരത്തില്ല എന്ന് പറയാണ്. ആ സമയം കാറിൻ്റെ അകത്ത് നമ്മുടെ മിങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ഇറങ്ങിയിട്ട് ജോ പ്ലീസ് ഒന്നും ചോദിക്കാൻ നിൽക്കല്ലേ, കാറിൽ കയറാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കാറിൽ കയറി ഇവർ നേരെ മിങ്ങിൻ്റെ വീട്ടിൽ ചെല്ലാണ്. അവിടെ എത്തി കഴിഞ്ഞതും മിങ്ങിൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് നമ്മുടെ മിങ്ങിൻ്റെ സെക്രട്ടറി ജോയിനെ കൊണ്ടുപോവാണ്. അങ്ങനെ മിങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ അവനോട് മാത്രമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ജോയിൻ്റെ അടുത്ത് നിനക്ക് മിക്കാണെങ്കിൽ, അതായത് നമ്മുടെ മിങ്ങിൻ്റെ അനിയൻ പൈസ വരെ തരാമെന്ന് പറഞ്ഞതല്ലേ മിങ്ങിനെ വിട്ട് പോകാനായിട്ട്, പിന്നെ നീ എന്തിനാ വീണ്ടും മിങ്ങിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത്, നിനക്ക് അവനെ വിട്ടിട്ട് പൊക്കൂടെ, ഇനി പോയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയെന്ന് പറഞ്ഞിട്ട് അയാൾ തോക്കെടുത്ത് ഫ്രണ്ടിൽ വയ്ക്കുന്നുണ്ട്. ആ സമയം ജോ ആണെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നാലും ശരി എൻ്റെ അമ്മേനെ മിങ്ങ് നന്നായിട്ട് നോക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം മിങ്ങിന് എന്നെ അത്രയ്ക്ക് ഇഷ്ടമുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി കുറേ പ്രാവശ്യം മരിക്കാൻ ഉള്ള അവസ്ഥയിലെത്തിയതാണ്. എന്നിട്ട് ഞാൻ ജീവനോടെ തിരിച്ചു വരികയും ചെയ്തു, മിങ്ങിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ എനിക്ക് ഉറപ്പിക്കാം മിങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന്. നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അയാളാണെങ്കിൽ നീ മിങ്ങിനെ സ്നേഹിക്കുന്നതോ നീ ഒരു പയ്യനായതോ നീ പാവപ്പെട്ടവനായതോ ഒന്നുമല്ല എൻ്റെ പ്രശ്നം. കാരണം മുമ്പ് മിങ്ങ് ജോ എന്ന പേരിലുള്ള ഒരു പയ്യനെ സ്നേഹിച്ചായിരുന്നു. അവൻ കാണാതെ പോയതിനു ശേഷം മിങ്ങ് ഫുഡ് കഴിക്കാതെ വയ്യാതെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വയ്യായ്കയും വെച്ച് ഫുള്ള് ഡ്രിങ്ക് ചെയ്ത് ഫുള്ള് ആളാകെ മാറിയൊരവസ്ഥയിൽ എൻ്റെ മകൻ മരിക്കാറായ അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അവന് അങ്ങനെ ഒരു അവസ്ഥ വീണ്ടും വരാതിരിക്കാനാണ് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കാൻ ഞാൻ സമ്മതിക്കാത്തത്. നീ അവനെ വിട്ടിട്ട് പോകത്തില്ല എന്ന് നീ എനിക്ക് പ്രോമിസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജോ എൻ്റെ ലൈഫ് വെച്ച് ഞാൻ പ്രോമിസ് ചെയ്യാം, ഞാൻ അവനെ വിട്ടിട്ട് പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മിങ്ങിൻ്റെ അച്ഛൻ അവരുടെ ബന്ധത്തിന് സമ്മതിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ട്. ഹസ്ബൻഡ് ടോങ്ങും മെയ്യും ഒക്കെ ഉണ്ട്. അവർ ഡിവോഴ്സ് ചെയ്യാൻ പോയതാണ്, പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ സോൾവ് ആയി. അങ്ങനെ അവിടെ വന്നിരുന്ന് കഴിഞ്ഞതും നമ്മുടെ ജോയിയുടെ അടുത്ത് മിങ്ങിൻ്റെ അടുത്തും കൂടെ അച്ഛനാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് ഞാൻ അനുവദിച്ചിട്ടുണ്ട്,
എല്ലാം നന്നായിട്ട് കൊണ്ടുപോകണം. പിന്നെ ജോയിൻ്റെ അടുത്ത് പറഞ്ഞ പ്രോമിസ് പാലിക്കണം, ഇങ്ങനെ ഇട്ടിട്ട് പോയേക്കില്ലെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ടോങ്ങിൻ്റെ അടുത്ത് നിൻ്റെ മറ്റേ പൈസ കൊടുത്ത് തീർക്കാനുള്ളത് അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവസാനമായിട്ടായിരിക്കും ഞാൻ നിനക്ക് പൈസ തന്ന് സഹായിക്കുന്നത്, ഇനി തൊട്ട് എൻ്റെ മോളെയും മോളുടെ കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ജോയും മിങ്ങും സ്വിമ്മിംഗ് പൂളിൻ്റെ അങ്ങോട്ടേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട്. ആ സമയം ജോ ആണെങ്കിൽ മിങ്ങിൻ്റെ അടുത്ത് നീയാണോ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ കാറിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ മിങ്ങ് ഞാനൊന്നും അല്ല, എന്നെ തന്നെ ഞാൻ അറിയാതെയാണ് കാറിൽ പൊക്കി കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ഇവിടെ സംസാരിക്കുന്ന ടോങ് വരാണ്. ടോങ് അങ്ങനെ വന്നിട്ട് മിങ്ങിൻ്റെ അടുത്തും ജോയിൻ്റെ അടുത്തും എല്ലാത്തിനും താങ്ക്സ് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ജോയിൻ്റെ അടുത്ത് നമ്മുടെ ടോങ്ങിൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങാൻ വന്ന ആൾക്കാരുടെ അടുത്ത് രക്ഷപ്പെടുത്താൻ നേരത്ത് നമ്മുടെ ജോ ടോങ്ങിന് പകരം അവരുടെ കയ്യിൽ പിടികൊടുത്തല്ലോ, അങ്ങനെ അതിനെല്ലാത്തിനും കൂടെയായിട്ട് താങ്ക്സ് പറയാം. അതിനുശേഷം മിങ്ങും ജോയി അവിടെ നടന്നുമാണ്. ആ സമയം അങ്ങോട്ട് മെയ് വന്നിട്ട് ടോങ്ങിനോട് സംസാരിക്കാൻ തുടങ്ങണം. ആ സമയം ടോങ് എനിക്ക് ശരി ഞാൻ പോകുന്നു ഇറങ്ങി പോകുന്നത്. അപ്പം മെയ് അവനെ തടങ്ങിയിട്ട് എന്നെ പൊന്നുപോലെ നോക്കിക്കോളാന്ന് അച്ഛൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തതല്ലേ, പിന്നെ നീ എന്തിനാ ഇവിടെ പോകുന്നതെന്ന് വെച്ചപ്പോൾ ടോങ് പക്ഷേ ഡിവോഴ്സ് പേപ്പറിൽ നീ ഓൾറെഡി സൈൻ ചെയ്തല്ലോ എന്ന് പറയാണ്. ആ സമയം മെയ് ഞാൻ സൈൻ ചെയ്തില്ല, ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് നീ സെൻഡ് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി, ആ ഡിവോഴ്സിൻ്റെ നോട്ടീസ് ഞാൻ സൈൻ ചെയ്തിട്ടില്ല, എൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ടോങ് നീ നേരത്തെ എന്നോട് ചോദിച്ചില്ലേ അഥവാ നിൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കുമായിരുന്നു. അതുപോലെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോൾ ഈ സിനിമ ഇൻഡസ്ട്രി വിട്ടിട്ട് ഫേമസ് അല്ലാതെ ആരും മൈൻഡ് ചെയ്യാത്ത ഒരാളായി മാറിക്കഴിഞ്ഞാൽ നീ എന്നെ സ്നേഹിക്കുക, നിൻ്റെ ഹസ്ബൻഡായിട്ട് എന്നെ നിൻ്റെ കൂടെ നിർത്തുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം മെയ്യാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആളെ എനിക്ക് വേണ്ട, കാരണം ആളെപ്പോഴും ബിസി ആയിരിക്കും, അതുകൊണ്ട് നീ ഇപ്പോൾ സിനിമ നടനല്ലെങ്കിലും എനിക്ക് ഓക്കെയാ, എനിക്ക് നിന്നെ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അതുസമയം എന്നെ മാത്രം ഇഷ്ടപ്പെട്ടപ്പോൾ കുഞ്ഞിനെയും കൂടെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞിട്ട് അവരുടെയും കൂടെ അവിടെ ഹഗ് ചെയ്ത് സെറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ജോയി മിങ്ങും കൂടെ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നതാണ്. ഈ സമയം അങ്ങോട്ടേക്ക് മൈക്കും പിന്നെ നമ്മുടെ സെക്രട്ടറിയും കൂടെ വരുന്നുണ്ട്. ആ സമയം നമ്മുടെ മൈക്കാണെങ്കിൽ മിങ്ങിൻ്റെ അടുത്ത് ഞാൻ നിൻ്റെ സെക്രട്ടറിനെ നിനക്ക് തിരിച്ചു തരണോ, നിനക്കിപ്പം നിന്നെ നോക്കാനായിട്ട് ജോയിനെ കിട്ടിയല്ലോ, ഇവനെ ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. കണ്ടിട്ട് ഇവരുടെ ഇടയിൽ എന്തൊക്കെയോ എവിടെ നടക്കുന്നതല്ലേ എനിക്ക് തോന്നുന്നുണ്ട്. ആ സമയം മിങ്ങാണെങ്കിൽ അത് എന്നോടല്ല, നീ അത് ജിമ്മീനോടാ ചോദിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിമ്മീൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ജിമ്മി ഞാനിപ്പോൾ ഓൾറെഡി മിങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ടതെന്ന് പറയാണ്. എന്നിട്ട് മിങ്ങിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഇരുന്നപ്പോൾ മൈക്ക് തടങ്ങിയിട്ട് പക്ഷേ എന്നെ നോക്കാനായിട്ട് ആരുമില്ല, മിങ്ങിനെ നോക്കാനായിട്ട് ജോ ഉണ്ടല്ലോ, എൻ്റെ കൂടെ വാന്ന് പറയാണ്. അങ്ങനെ അവൻ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം അവരുണ്ടല്ലോ അവിടെ ഒരുമിച്ചങ്ങ് പോവാണ്. അതിനുശേഷം കാണിക്കുന്ന ജോ ആണെങ്കിൽ ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒരു കാര്യം കൂടെ സെറ്റാക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നേരത്തെ നമ്മുടെ മിങ്ങാണെങ്കിൽ ജോയ്ക്ക് നായകനായിട്ട് അഭിനയിക്കാൻ ഒരു സിനിമ സെറ്റായി കൊടുത്തില്ലേ, അതിന് മറുപടി പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ ഒരാളെ പോയി കണ്ടിട്ട് എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് ഓക്കെയാണ്, പക്ഷേ 2 കണ്ടീഷൻ, ഈ സിനിമയുടെ ഡയറക്ടർ ആര് വേണമെന്ന് ഞാൻ തീരുമാനിക്കും, അതുപോലെ തന്നെ ഈ സിനിമയുടെ ഓഡീഷൻ ബാക്കിയുള്ള നടന്മാർക്ക് ഓഡീഷൻ നടത്തുന്ന കൂട്ടത്തിൽ മെയിൻ ലീഡിനുള്ള ഓഡീഷനിൽ ഞാനും പോയി പങ്കെടുക്കും, പക്ഷേ ഡയറക്ടർ അറിയാൻ പാടില്ല, ഞാൻ ഓൾറെഡി നായകനായിട്ട് ഫിക്സ് ആയതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം മിങ്ങാണെങ്കിൽ ഓഡീഷനിൽ ഡയറക്ടർ നിന്നെ ചൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ജോ ആണെങ്കിൽ ഓഡീഷനിൽ ഡയറക്ടർ എന്നെ തന്നെ ചൂസ് ചെയ്യും, അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയാനും പറഞ്ഞ പോലെ തന്നെ ഓഡീഷനൊക്കെ കഴിഞ്ഞു. നമ്മുടെ ജോ തന്നെ നായകനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ സിനിമയുടെ പോസ്റ്ററും സംഭവങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഫുള്ള് സെറ്റാണ്. അങ്ങനെ ജോ ആണെങ്കിൽ അവൻ്റെ ആ ഒരു സ്റ്റണ്ടൊക്കെ പഠിപ്പിക്കുന്ന പയ്യന്മാരുണ്ടല്ലോ, അവൻ പഠിപ്പിക്കുന്ന ആ ഒരു പയ്യന്മാരുടെ അടുത്തിരിക്കുകയാണ്. ആ സമയം പയ്യന്മാർ സിനിമ നടന്ന കാര്യം പറഞ്ഞ് ഇവനെങ്കിലും പിടിച്ചിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയം വിട്ട് വന്നിട്ട് പോയി ട്രെയിനിങ് ചെയ്യണമെന്ന് ഇറങ്ങിയിട്ട് എല്ലാത്തിനെയും പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ വിട്ട് നമ്മുടെ ജോയുടെ അടുത്ത് നിന്നും ജോ ആണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനും മിങ്ങും ഈ ഒഫീഷ്യലി ഡേറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം വിട്ട് അതൊക്കെ എനിക്ക് തോന്നിയാണ് നേരത്തെ, പിന്നെ ഒരു കാര്യം വീണ്ടും വിഷമിച്ച് അവനുമായിട്ട് അടി ഉണ്ടാക്കിയിട്ട് എൻ്റെ വീട്ടിൽ ഒന്ന് താമസിച്ചേക്കരുത്, മര്യാദയ്ക്ക് രണ്ടും കൂടെ സന്തോഷത്തിൽ പൊക്കോളെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോ ഉറപ്പായിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം വിട്ട് ഇപ്പം എനിക്ക് ടെൻഷൻ മറ്റവനെക്കുറിച്ച് ഓർത്തിട്ടാണെന്ന് പറയുന്നുണ്ട്. മറ്റവനെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ സോളിനെയാണ്. അങ്ങനെ ഇതേ സമയം സോളിനെ കാണിക്കുമ്പോൾ അവൻ മുമ്പ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ കളിച്ചിരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ബായ് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ആക്ച്വലി സോൾ തിരിച്ച് കൊറിയയിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ അതറിഞ്ഞിട്ട് ജോ അങ്ങോട്ടേക്ക് വന്നിട്ട് സോളിൻ്റെ അടുത്ത് നീ തിരിച്ച് കൊറിയയിലേക്ക് തിരിച്ചു പോവാണോ, എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത്, ഞാൻ കാരണമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ നിൻ്റെയും മിങ്ങിൻ്റെയും സ്നേഹം കണ്ടിട്ട് നീ അങ്ങോട്ട് സഹിക്കുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോ സോറി ഇറങ്ങിയപ്പോൾ അവനാണെങ്കിൽ ഞാൻ ചുമ്മാ ഇറങ്ങിയതാണ്, ഞാൻ അല്ലെങ്കിലും പോകണമെന്ന് വിചാരിച്ചിരുന്നതാ, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറയാണ്. ആ സമയം ജോ ആണെങ്കിൽ എനിക്ക് നീ പോകുന്ന സമയം എൻ്റെ അടുത്ത് പറയേ, ഞാൻ എൻ്റെ ഷെഡ്യൂൾ മാറ്റി വെച്ചിട്ട് നിന്നെ കൊണ്ടാക്കാനായിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഓക്കെ എന്നിട്ട് ഇവരെ ഹഗ് ചെയ്യാണ്. അതിനുശേഷം സോൾ പോകാനായിട്ട് ഇറങ്ങാണ്. അവൻ്റെ ടാക്സി ആയിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടൊരു കാറ് വരാണ്. എന്നിട്ട് ആ കാറിലുള്ള ആളാണെങ്കിൽ എൻ്റെ കാറിൽ ഒന്ന് കയറിക്കോ, ഞാൻ നിൻ്റെ ഒരു ഫാനാണ്, എയർപോർട്ടൊക്കെ എൻ്റെ പോകുന്ന എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സോളാണെങ്കിൽ ഞാനതിനെ തിരിച്ച് കൊറിയയിലേക്ക് പോവാം, എയർപോർട്ടിലേക്ക് പോകാമെന്നൊക്കെ നിനക്കെങ്ങനെ അറിയാമെന്ന് വെച്ചപ്പോൾ നിൻ്റെ സീക്രട്ട് ഫാൻസ് ഗ്രൂപ്പിൽ ഞാനൊരു അംഗമാണ്, അതുകൊണ്ട് എനിക്കും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ആ ഗ്രൂപ്പിൽ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ വരുന്നതെന്ന് വെച്ചപ്പോൾ അത് അറിയണമെങ്കിൽ കാറിൽ വന്ന് കയറാൻ പറയാണ്. ആ സമയം നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഇമ്മായിരുന്നു. മറ്റൊരു എപ്പിസോഡിൽ ഞാൻ അന്നേ ഡൗട്ട് പറഞ്ഞതല്ലേ നമ്മുടെ ഇമ്മിന് സോളിൻ്റെ അടുത്ത് എന്തോ ഉണ്ടെന്ന്, അത് സത്യമായിരുന്നു. അങ്ങനെ സോള് ഇമ്മിൻ്റെ അടുത്ത് ഓക്കെ പറഞ്ഞാൽ കാറിൽ കയറിയാണ്. രണ്ടുപേരും സെറ്റാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത്
നമ്മുടെ ജോയുടെ വീട്ടിൽ നിന്ന് ഫുഡ് കുക്ക് ചെയ്യുന്നതാണ്. ആ സമയം ജോ വന്നെന്ന് കരുതിയിട്ട് ആ ബേബീനെ എത്തിയോ എന്ന് വെച്ച് ഇങ്ങനെ ചെന്ന് ഡോറ് തുറന്നതും അത് നമ്മുടെ മിങ്ങിൻ്റെ അമ്മയായിരുന്നു. മിങ്ങിൻ്റെ അമ്മയെ കണ്ട് മിങ്ങൊന്ന് ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം അമ്മ വീടൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടിട്ട് നിങ്ങൾ നല്ല പൈസ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേറെ വീട്ടിലൊക്കെ പോയി താമസിച്ചോടെന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ ഈ വീട്ടിൽ കുറേ മെമ്മറീസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. ആ സമയം അമ്മ നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോ, പക്ഷേ നീ ഇങ്ങനെ ഒറ്റ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാ, നിന്നെ നോക്കാൻ ഒരാൾ വേണ്ടേ, ഞാൻ ജിമ്മിനെ തിരിച്ച് വിളിക്കട്ടെ എന്ന് നോക്കിയാണ്. ആ സമയം ഇവനാണെങ്കിൽ അയ്യോ വേണ്ട, അവനിപ്പോൾ ഹാപ്പി ആയിട്ടാണുള്ളത്, അവനെ വിളിക്കാൻ ശല്യം ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സമയം ജിമ്മിനെയും മിക്കിനെയും കാണിക്കുമ്പോൾ ഇവരിപ്പോൾ നമ്മുടെ മിക്കിൻ്റെ ഓഫീസിൽ ഇരിക്കുകയാണ്. ജിമ്മി അവൻ്റെ സെക്രട്ടറി ആണല്ലോ. ആ സമയം ജിമ്മിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തുമ്മുവാണ്. അപ്പോൾ മിക്കാണെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് അവന് പനി ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ആ സമയം ജിമ്മി ഭയങ്കര റെഡ് അടിച്ച് നല്ല ബ്ലഷായി വരുന്നുണ്ട്. ആ സമയം മിക്കാണെങ്കിൽ നീ എന്തിനാ ചുമന്ന് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ജിമ്മിയാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അത് മിക്കാൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് നിന്നിട്ട് നീ ചുമന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് കാണിക്കുന്നത് ജോയിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ അവൻ്റെ വർക്കിലൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ അവൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അവനും തിരിച്ചു വരാണ്. ആ സമയത്തേക്കും നമ്മുടെ മിങ്ങിൻ്റെ അടുത്ത് ഹലോ ബേബി ഞാൻ തിരിച്ചെത്തിയെന്ന് പറഞ്ഞ് കയറാണ്. അവൻ ചെന്നതും വാതിൽ തുറന്നത് മിങ്ങിൻ്റെ അമ്മയായിരുന്നു. മിങ്ങിൻ്റെ അമ്മയെ കണ്ടിട്ട് അവന് ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം ഇവർ മൂന്നിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇവർ വൈനൊക്കെ കുടിക്കുന്നുണ്ട്, അവരെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വേറൊരു സീൻ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജോയും അവൻ്റെ അമ്മയും ഒരുമിച്ചിരിക്കുന്നതാണ്. അതും അവൻ്റെ അമ്മയാണെങ്കിൽ നിൻ്റെ അടുത്ത് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്, എനിക്ക് ഒരാൾ കിഡ്നി ഡൊണേറ്റ് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ അത് കേട്ടിട്ട് ജോയോട് സന്തോഷിക്കുന്നുണ്ട്. ജോയ് അതുപോലെ തന്നെ അമ്മയുടെ അടുത്ത് അമ്മ എനിക്കൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്, ഞാനും മിങ്ങും ഒഫീഷ്യലി കപ്പിളായെന്ന് പറയുന്നുണ്ട്. ആ സമയം അമ്മയും കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജോയുടെ സിനിമയൊക്കെ സെറ്റാകുന്നുണ്ട്. നമ്മുടെ ജോയുടെ സിനിമയുടെ പ്രീമിയറിൻ്റെ അതായത് പ്രസ് കോൺഫറൻസ് അതിൻ്റെ പരിപാടി നടക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ജോ ഇതുവരെയായിട്ട് അവിടെ എത്തിയിട്ടില്ല. അങ്ങനെ ഒട്ടാണെങ്കിൽ ഇവിടുന്ന് ഇമ്മിൻ്റെ അടുത്ത് നിന്നിട്ട് ജോ ഇത് എവിടെയാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് അങ്ങോട്ടേക്ക് മിങ്ങും ജോയും കൂടെ വരാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ജോ വന്നിരുന്നിട്ട് ഇമ്മാന് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജോയിന് റെഡിയാകുന്ന സമയത്ത് മിങ്ങാണെങ്കിൽ എല്ലാം സെറ്റല്ലേ, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് സിനിമയുടെ ഡയറക്ടർ വരാണ്. നമ്മുടെ ടോങ്ങിൻ്റെ സിനിമയൊക്കെ നേരത്തെ ഡയറക്റ്റ് ചെയ്ത് അതേ ഡയറക്ടറായിരുന്നു. അങ്ങനെ ആ ഡയറക്ടർ വന്നിട്ട് നമ്മുടെ ജോയിൻ്റെ അടുത്ത് മിങ്ങി സിനിമയുടെ പ്രൊഡ്യൂസറാണെന്നും നിന്നെ തന്നെയാണ് ഓൾറെഡി നായകനായിട്ട് വെച്ചിരുന്നതെന്നും ഓഡീഷന് വന്നപ്പോൾ നീ എന്താ എന്നോട് പറയാതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ എൻ്റെ കഴിവ് കണ്ടിട്ട് വേണം നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യാനെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഓൾറെഡി സെലക്റ്റഡ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറയാതെന്ന് പറയുന്നുണ്ട്. ആ സമയം അയാളാണെങ്കിൽ എനിക്ക് നിന്നെ കണ്ടപ്പോൾ പഴയ ജോയിനെയാണ് ഓർമ്മ വന്നത്, അവനും ഒരു സിനിമയിൽ നായകനാവായിരുന്നായിരുന്നു, ഞാൻ തന്നെയാണ് ഡയറക്ടറുമായിരുന്നതും, പക്ഷേ അവർ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് അവൻ്റെ ഒരു കാരണം കൊണ്ടാണ്, നിന്നെ കണ്ടപ്പോൾ എനിക്ക് അവനെ ഓർമ്മ വന്നു എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും കേട്ടിട്ട് ഞങ്ങളുടെ മിങ്ങും ജോയി എങ്ങനെ റിപ്ലൈ പറഞ്ഞാൽ അറിഞ്ഞുകൂടാതിരിക്കുകയാണ്. കാരണം അവനാണ് ജോയി എന്ന് ചെന്ന് ഒറ്റയടിക്കും തുറന്നു പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതിനുശേഷം അവർ സിനിമയുടെ പ്രസ് കോൺഫറൻസ് നടക്കുകയാണ്. ആ സിനിമ ഫസ്റ്റ് പ്രീമിയർ ആവുകയാണ്. ഇതെല്ലാം മിങ്ങും ജോയും ഒക്കെ ഇരുന്ന് കാണുന്നുണ്ട്. അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് മിങ്ങും ജോയി തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഉറങ്ങാനായി കിടക്കുകയാണ്. ആ സമയം മിങ്ങ് ഒന്നുമല്ല, ഇതിനെ കൊണ്ട് ടി വിയിലൊക്കെ വന്നു തുടങ്ങണം, അപ്പോഴത്തേക്കാണ് നിൻ്റെ അടുത്ത് തീരുമാനമാകാൻ പോകുന്നത്, ഞാനും ടി വിയിലൊക്കെ അഭിനയിച്ചല്ലേ പണി വാളും പറഞ്ഞിട്ട്. ആ സമയം ജോ ആണെങ്കിൽ ഇങ്ങനെ വിട്ടിട്ട് പഴയതുള്ള സ്റ്റഡ്മാൻ ആവട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ സമയം മിങ്ങാണെങ്കിൽ നീ ഫുഡ് വല്ലതും കഴിച്ചെന്ന് വെച്ചപ്പോൾ ജോ ആണെങ്കിൽ ഇല്ല, അവിടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ട് എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മിങ്ങ് നിനക്ക് എന്താ കഴിക്കാൻ പറ്റുന്നത് വെച്ചപ്പോൾ ജോ ആണെങ്കിൽ ഈ സമയത്ത് കഴിക്കാൻ എനിക്ക് തോന്നുന്നത് ഇതാണെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്ന ഒരു ഫുഡ് ഇരുന്ന് കഴിക്കുന്നതാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ജോ സ്ഥിരം ഉണ്ടാക്കിക്കൊണ്ടുവന്ന അവൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടാണ് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്. അങ്ങനെ അതുണ്ടാക്കി ഇവർ കഴിക്കാൻ തുടങ്ങുകയാണ്. ആ സമയം മിങ്ങാണെങ്കിൽ ആ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടായിരുന്നു, എന്നിട്ട് നീ അതൊന്നും കഴിക്കാതെ ഇവിടെ വന്ന് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് കഴിക്കണമെന്ന് വെച്ചപ്പോൾ ജോ ആണെങ്കിൽ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, പിന്നെ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ ഹാപ്പി ആയിരുന്നു, പക്ഷേ ഈ ഒരു മൊമെൻറ്റ് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം മിങ്ങ് ജോയിൻ്റെ അടുത്ത് നമ്മൾ തമ്മിലൊരു കോൺട്രാക്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, 1 വർഷം നീ എൻ്റെ കൂടെ നിൽക്കണമെന്നുള്ളത്, ആ കോൺട്രാക്ട് ഇപ്പോൾ എൻഡായി, നീ ബിസി ആയിരുന്നുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാത്തത്, ഇപ്പോൾ കോൺട്രാക്ട് എൻഡായി, അതുകൊണ്ട് ലീഗലി നീ എൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, നിൻ്റെ താല്പര്യത്തിൽ നിനക്ക് എൻ്റെ കൂടെ വീണ്ടും ഉണ്ടാവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ എഴുന്നേറ്റ് ഒരിടത്തു നിന്ന് മാറി നിന്നിട്ട് ഞാൻ മരിക്കാൻ പോയിട്ടും പിന്നെ എനിക്കൊരു ചാൻസ് കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഒട്ടിൻ്റെ അടുത്തും നിൻ്റെ അടുത്തേക്കൊക്കെ തിരിച്ചു വന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എങ്ങനെയായാലും എനിക്ക് നിൻ്റെ കൂടെ ജീവിച്ച് ഒന്നേന്നെല്ലാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാണ്. അങ്ങനെ മിങ്ങും അത് കേട്ട് സന്തോഷിച്ച് അവൻ്റെ ഹഗ് ചെയ്ത് കിസ് ചെയ്ത് പിന്നെ ഇൻറ്റിമേറ്റ് ആവുന്നതും കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സീരീസ് മൊത്തത്തിൽ ഇവിടെ എൻഡ് ആവുന്നുണ്ട്. കുറച്ച് തലവേദന പിടിച്ച ഒരു സീരീസ് ആയിരുന്നു, തലവേദന എന്നൊക്കെ പറഞ്ഞാൽ അതുക്ക് മേലെ വരുന്നൊരു സംഭവമായിരുന്നു. കുറേ കിടന്ന് നമുക്ക് ദേഷ്യം പിടിപ്പിക്കുകയും മിങ്ങിനെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ, പക്ഷെ പിന്നെ വന്നപ്പോൾ ഓക്കെയാണ്. പിന്നെ ഇടയ്ക്ക് എന്തായിരുന്നു ടെൻഷൻ, സോളിന് ആരെയും കിട്ടാതെ പോകുമായിരുന്നു, സോളിനും ആളെ കിട്ടി, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഓരോരുത്തരെ വെച്ചിട്ട്. എൻ്റെ അറിവിൽ പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല, കുറച്ച് തലവേദന പിടിപ്പിച്ചെന്ന് ഓർത്ത് ബാക്കി ഫുള്ള് സെറ്റായിരുന്നു. അപ്പോൾ ഈ ഒരു സീരീസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ നിങ്ങൾ പറയുക. പുതിയ സീരീസൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരുന്നവരെ ബൈ.